إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس عباد الله العرباض بن سارية رضي الله عنه حديثിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു നല്ല വെളുത്തൊരു പാതയിൽ, അവിടെ രാത്രിയും പകലും സമമാണ്. അതിൽ നിന്ന് നശിച്ചവനല്ലാതെ പിഴച്ചു പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ ഉമ്മത്തിനെ വിട്ടേച്ചു പോയത് യാതൊരു സംശയങ്ങൾക്കും പഴുതില്ലാത്ത, യാതൊരു ഇരുട്ടുമില്ലാത്ത വളരെ വ്യക്തമായ തെളിഞ്ഞ മാർഗത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തന്നെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാം ദീനിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന, ഏതെങ്കിലും ഒരു നിരോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദിയായ മനുഷ്യൻ മഹാനവറുകളെ കളിയാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ചോദിച്ചു, ഖദ് അല്ലമക്കും നബിയുക്കും കുല്ല ശൈ ഹത്തൽ ഖിറാഅ. നിങ്ങളെ നിങ്ങളുടെ പ്രവാചകൻ എല്ലാം പഠിപ്പിച്ചുവോ? അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലവിസർജനം നടത്താനും നിങ്ങളെ പഠിപ്പിച്ചോ? കളിയാക്കിക്കൊണ്ട് ചോദിച്ചതാണ്. എന്നാൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഖാല അജൽ, അതേ പഠിപ്പിച്ചു, അതേ നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, അതും പഠിപ്പിച്ചു. ലഖദ് നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ബിഗായിത്തിൻ ഔ ബൗലിൻ ഔ അൻ നസ്തൻജിയ ബിയമീനിൻ ഔ അൻ നസ്തൻജിയ ബിഅഖല്ല മിൻ സലാസതി അഹ്ജാരിൻ ഔ അൻ നസ്തൻജിയ ബിറജീഇൻ ഔ അദ്മിൻ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ പഠിപ്പിച്ചു, മലവിസർജനം നടത്തുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഖിബിലയ്ക്ക് അഭിമുഖമാകരുത് എന്ന് പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചു. വലത് കൈകൊണ്ട് ശുദ്ധീകരിക്കരുത് എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. കല്ലുകൊണ്ടാണ് വൃത്തിയാക്കുന്നതെങ്കിൽ 3 കല്ലുകൾ കൊണ്ട് കുറവ്, അങ്ങനെ 3 കല്ലുകൾക്ക് കുറവ് കൊണ്ട് വൃത്തിയാക്കരുതെന്ന് പ്രവാചകർ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മൃഗത്തിന്റെ കാഷ്ടം ഉണങ്ങിയതോ അല്ലെങ്കിൽ എല്ലുകൾ കൊണ്ടോ വൃത്തിയാക്കരുതും എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് അഭിമാനത്തോടുകൂടി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ യഹൂദിയുടെ മുഖത്ത് നോക്കി മറുപടി കൊടുത്തു. ഇസ്ലാം ദീൻ ഒന്നും വിട്ടുപോയിട്ടില്ല. അള്ളാഹു ഒന്നും മറക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വിസ്മരിച്ചു പോകുന്നവനല്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കൂ. ഏതെല്ലാം മര്യാദകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂടി മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത്.
ഒരു മജ്ലിസിലിരിക്കുമ്പോൾ, ഒരു സദസ്സിലിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട അദബ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻജുസു ഫൻജുസു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങളൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് അവർക്ക് ഇരിക്കുവാൻ വേണ്ടി സൗകര്യം കൊടുക്കണമേ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സൗകര്യമുണ്ടാക്കി കൊടുക്കുക, നിങ്ങൾക്ക് അല്ലാഹു സൗകര്യമുണ്ടാക്കി തരും. നിങ്ങളോട് ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ വേണ്ടി കൽപ്പിച്ചാൽ ആ സദസ്സിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട അദബ് അതുവരെ അല്ലാഹു ഖുർആനിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ദഖൽതും ബുയൂതൻ ഗൈറ ബുയൂതികും യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൻ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസു, അവരോട്, ആ വീട്ടുകാരോട് അനുവാദം വാങ്ങുന്നത് വരെ, അതുപോലെ തന്നെ അവരോട് സലാം പറയുന്നത് വരേക്കും. മറ്റൊരു വീട്ടിൽ പ്രവേശിക്കാൻ പോവുകയാണെങ്കിൽ അവരോട് സലാം പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ടാണ് ആ വീട്ടിനുള്ളിലേക്ക് കടക്കേണ്ടതെന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ കൂടി മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. ഫഇല്ലം തജിദൂ ഫീഹാ അഹദ ഫലാ തദ്ഖുലൂഹാ, ഇനി ആ വീട്ടിൽ നിങ്ങൾ ആരെയും കാണുന്നില്ലെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത് എന്നും കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഇദാ ഖീല ലക്കും ഇർജിഉ ഫർജിഉ വഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ, ഇനി നിങ്ങളോട് മടങ്ങിപ്പോകാൻ കൽപ്പിച്ചാൽ മടങ്ങിപ്പോടാം. വീട്ടിന്റെ വാതിക്കൽ നിന്ന് അവർ മടങ്ങിയിട്ട് പിന്നെ വരാൻ പറഞ്ഞാൽ മടങ്ങിപ്പോണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വസ്ത്രധാരണത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മര്യാദകൾ ഖുർആനിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുഅദൈന. അല്ലയോ പ്രവാചകരെ, താങ്കളുടെ പത്നിമാരോടും താങ്കളുടെ പെൺമക്കളോടും മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സ്ത്രീകളോടും താങ്കൾ അവരുടെ മൂടുപടങ്ങൾ മുഖത്തേക്ക് നെഞ്ചിലേക്ക് താഴ്ത്തിയിടാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വൽ ഖവായിദു മിനൻ നിസാഇ അല്ലാത്തി ലാ യർജൂന നികാഹ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അൻ യദ്അന സിയാബഹുന്ന ഗൈറ മുതജബ്ബറിജാത്തിൻ ബിസീന. ഇനി കിഴവിയായ വാർദ്ധക്യം ബാധിച്ചൊരു സ്ത്രീയാണെങ്കിൽ അവളുടെ മൂടുപടം അവൾ അന്യപുരുഷന്റെ മുന്നിൽ മാറ്റുന്നത് കൊണ്ട് പ്രശ്നമില്ല, എന്നാൽ തന്റെ സൗന്ദര്യം വെളിവാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ആവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലൈസൽ ബിർറു അൻ തുവല്ലു ലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. വീടുകളിലേക്ക് പ്രവേശിക്കേണ്ടത് അതിന്റെ മുൻവാതിലിൽ കൂടിയാണ്, പിൻവാതിലിൽ കൂടിയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതൊക്കെ രൂപത്തിൽ മനുഷ്യർക്ക് ആവശ്യമായ സംഗതികളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകരിൽ കൂടി ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, മനുഷ്യ രാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ വഴി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വിവാഹം, ആരെയൊക്കെ വിവാഹം കഴിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും, ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി വഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനക്കും വഅഖവാത്തുക്കും മിനർ റദാഅ വഉമ്മഹാത്തു നിസാഇക്കും. അങ്ങനെ തുടങ്ങി വറബായിബുക്കും അല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസാഇക്കും അല്ലാത്തി دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف. തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയൊക്കെ ഒരു മുഅ്മിന് വിവാഹം കഴിക്കാൻ പാടില്ല. ഉമ്മയെ പാടില്ല, മകളെ വിവാഹം കഴിക്കാൻ പാടില്ല, സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല, സഹോദരന്റെ മകളെയോ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല, നമ്മുടെ ഭാര്യയുടെ ഉമ്മയെ വിവാഹം കഴിക്കാൻ പാടില്ല, നമുക്ക് പാല് തന്ന സ്ത്രീയെ, നമുക്ക് മുലയൂട്ടിയ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല, അങ്ങനെ രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല.
2 സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല തുടങ്ങി ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു മനുഷ്യന് എത്ര വിവാഹം കഴിക്കണം അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്നാ വ സുലാസ വ റുബാ. 2ഉം 3ഉം 4ഉം 4 വരേക്കും നിങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൂടി. സ്ത്രീകൾക്ക് വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം. വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹലതൻ. സ്ത്രീകൾക്ക് മഹർ കൊടുക്കണം വിവാഹം കഴിക്കുമ്പോൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൂടി. ഇനി ഒരു സ്ത്രീ ആ ഭർത്താവുമായി പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലി വ ഹകമൻ മിൻ അഹ്ലിഹാ ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. ഭാര്യയും ഭർത്താവും പ്രശ്നമായി കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നൊരാൾ, ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നൊരാൾ അവർ തമ്മിൽ നിന്ന് സംസാരിച്ച് സുൽഹിലേക്ക് എത്തിച്ചേരണമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ സർവ്വ മേഖലകളും എങ്ങനെ ഇടപാട് നടത്തണം, അവിടേക്ക് എങ്ങനെ വ്യവഹാരം നടത്തണം, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. ഒരു ചെരുപ്പ് ധരിക്കുന്നത് എങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദഅ ബിൽ യമീൻ ഫൽയബ്ദഅ ബിൽ യുംന വഇദാ ഖലഅ ഫൽയബ്ദഅ ബിശ്ശിമാൽ ലിയകുനിൽ യുംന അവ്വല മാ തുൻഅൽ വആഖിറഹുമാ തുൻസഅ. ലിയകുനിൽ യുംന അവ്വലഹുമാ തുൻഅൽ വആഖിറഹുമാ തുൻസഅ. നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലം ധരിക്കണം. ചെരുപ്പ് ഊരുമ്പോൾ ഇടതുകാലം ആദ്യം ഊരണം. ഊരുമ്പോഴും 1ാം സ്ഥാനം വലതിന് കിട്ടുന്നതിന് വേണ്ടി, ഇടുമ്പോൾ 1ാം സ്ഥാനം വലതിന് കിട്ടുന്നതിന് വേണ്ടി, ഊരുമ്പോൾ അത് 2ാമതാവുന്നതിന് വേണ്ടി ആദ്യം വലത് കാലിൽ ധരിക്കണം. ഊരുമ്പോൾ ആദ്യം ഇടതുകാലിൽ നിന്ന് ഊരണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ തുമ്മിയാൽ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ അതസ അഹദുക്കും ഫൽയഖുൽ അൽഹംദുലില്ലാഹ്. അവർ അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ. വൽയഖുൽ ലഹു സാഹിബുഹു യർഹമുക്കല്ലാഹ് യർഹമുക്കല്ലാഹ്. അവന്റെ അത് കേൾക്കുന്ന അവന്റെ കൂട്ടുകാരൻ അവനോട് യർഹമുക്കല്ലാഹ് എന്ന് പറയട്ടെ, യർഹമുക്കല്ലാഹ് എന്ന് പറയട്ടെ. ഇനി ഒരുവൻ കോട്ടുവായിട്ടാൽ എന്ത് ചെയ്യണം? ഇദാ തസാഅബ അഹദുക്കും ഫൽയുംസിക് യദഹു അലാ ഫീഹി. അവന്റെ കൈ കൊണ്ട് അവന്റെ വായ പൊത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടുവായിട്ടാൽ എന്ത് ചെയ്യണം എന്ന് വരെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? യാ ഗുലാം സമ്മില്ലാ ഖുൽ ബിയമീനിക് ഖുൽ മിമ്മാ യലീക്. അല്ലയോ കുട്ടി, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, നിന്റെ വലതുകരം കൊണ്ട് ഭക്ഷിക്കണം, നിന്റെ മുൻഭാഗത്ത് നിന്ന് ഭക്ഷിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. താങ്കൾക്ക് നാം ഗ്രന്ഥത്തിനെ ഇറക്കി തന്നത് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി കൊണ്ടാണ്, എല്ലാ കാര്യങ്ങളെയും വ്യക്തതപ്പെടുത്തിക്കൊണ്ടാണ്, എല്ലാ കാര്യത്തിനെയും വിശദീകരിച്ചുകൊണ്ടാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഈ ആയത്ത് പാരായണം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ദീനിനെ പൂർത്തീകരിച്ചു, ഇസ്ലാമിനെ നമുക്ക് തൃപ്തിയാക്കി തന്നു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ ആയിരിക്കെ മനുഷ്യരെ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, മനുഷ്യരെ ഭക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതല്ല, വസ്ത്രം ധരിച്ച് വെറുതെ നടക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, വിവാഹം കഴിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, കച്ചവടം നടത്താൻ വേണ്ടി സൃഷ്ടിച്ചതല്ല, കച്ചവടം നടത്തുമ്പോൾ എങ്ങനെ ഇടപാട് നടത്തണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ, ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖതന എന്ന ദിക്ർ ചൊല്ലണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ ഇതിനൊന്നും വേണ്ടിയല്ലല്ലോ മനുഷ്യരെ അല്ലാഹു പടച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചത് അവന് ആരാധനകൾ അർപ്പിക്കുവാൻ വേണ്ടിയാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാതെ വിട്ടുപോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ മൂഢനുണ്ടോ, അവനേക്കാൾ വലിയ വിഡ്ഢിയുണ്ടോ? സഹോദരങ്ങളെ, നാം എന്തെങ്കിലും ഒരു ആരാധന പുതുതായി ഇസ്ലാം പഠിപ്പിക്കാത്തൊരു ആരാധന ഉണ്ടാക്കി അള്ളാഹുവിനെ ആരാധിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഒരു മുസ്ലിമിന് വരും എന്ന് ചിന്തിക്കുന്ന ഒരുവൻ അവനേക്കാളും വലിയ വിഡ്ഢിയുണ്ടോ? മലമൂത്ര വിസർജനം എങ്ങനെ നടത്തണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാതെ വിട്ടുപോകുമോ? അൽഹംദുലില്ലാഹ്,
الحمد لله حمدا كثيرا طيبا مباركا فيه وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وسلم. സഹോദരങ്ങളെ, ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് മുന്നിൽ ഈ ആയത്ത് പാരായണം ചെയ്തു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നാം ഇതാ നിങ്ങൾക്ക് ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാം ദീൻ പൂർണ്ണമാണ്. ഇസ്ലാം ദീൻ അതിലോ ഇനി ഒന്നും കടത്തിക്കൂട്ടേണ്ടതില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. എങ്ങനെയൊക്കെ അള്ളാഹുവിനെ ആരാധിക്കണം. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കിടക്കുമ്പോൾ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്ന് പറഞ്ഞ് കിടക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വലതുവശം ചരിഞ്ഞ് കിടക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം നമസ്കാരത്തിന് ശേഷം കൂട്ടമായി പ്രാർത്ഥന ഉറക്കെ ചൊല്ലി ബഹുമീങ്ങൾ ആമീൻ പറയണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ആ ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകർ അത് പഠിപ്പിക്കാതെ വിടുമായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്, കൂട്ടമായി ഉറക്കെ ദിക്ർ ചൊല്ലണം എന്നുണ്ടായിരുന്നെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കാതെ വിടുമായിരുന്നോ? ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാലിൽ ആദ്യം ധരിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ആ ഹദീസുകൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്ന് സുലഭമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ഉറക്കെ ദുആ ചെയ്ത നമസ്കാരത്തിന് ശേഷം സഹാബാക്കൾ ആമീൻ പറഞ്ഞത് നമുക്ക് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ കിട്ടൂല. ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്ന അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞു സഹാബാക്കളെല്ലാം അങ്ങനെ തുടർച്ചയായി ദിക്ർ ചൊല്ലിയതായി നമുക്ക് കിട്ടൂല. ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിന്റെ സഹാബാക്കൾ റസൂൽ മൗലിദ് കാണിച്ചു കൊടുത്തിട്ട് സഹാബാക്കൾ ആഘോഷിച്ചതായി സ്വഹീഹായ ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടൂല. അപ്പൊ സഹോദരങ്ങളെ, പിന്നെ അത് അവിടെ നിന്ന് വന്നു. കോട്ടുവായിട്ടാൽ കൈകൊണ്ട് വായപത്രമെന്ന് പഠിപ്പിച്ച മതം ഇത് പഠിപ്പിക്കാതെ വിട്ടുപോകുമോ? സഹോദരങ്ങളെ, ബിദ്അത്തുകളെ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം. ബിദ്അത്തുകൾ വളരെ അപകടകരമാണ്. അത് ദലാലത്തും നരകത്തിലേക്കുള്ള പാതയുമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞത്, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്. തെളിഞ്ഞ വെളുത്ത പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്, അതിൽ നിന്നൊരു നശിച്ചവനല്ലാതെ പിഴച്ചു പോകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ വജറത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നടത്തി. സഹാബാക്കളുടെ ഹൃദയങ്ങൾ കിടുങ്ങിപ്പോകുമാറ്, അവരുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകുമാറ്, കണ്ണീർ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുമാറ് ഒരു ഉപദേശം നടത്തി. സഹാബാക്കൾ ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിനാ. ഒരു വിട പറയുന്നവന്റെ പ്രസംഗം പോലെയുണ്ടല്ലോ തങ്ങളുടെ അവിടുന്നിന്റെ പ്രസംഗം, അവിടുന്നിന്റെ ഈ സംസാരം. അതുകൊണ്ട് എന്തെങ്കിലും വസിയത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വസിയത്തിൽ പറഞ്ഞത്? ഊസിക്കും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ പാലിച്ച് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർ മതത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ദീനിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അവരുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലു അലൈഹ ബിന്നവാജിദി, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. വഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. ഫകുല്ല ദലാലത്തിൻ ഫിന്നാർ,
എല്ലാ വലാലത്തുകളും നരകത്തിലാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ അമില അലൈഹി അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിൽ എന്റെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു അമല്, ഒരു പ്രവൃത്തി, കർമ്മം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനിലേക്ക് തള്ളപ്പെടുന്നതാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പുതുതായി ഈ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഈ ദീൻ സമ്പൂർണമാണ്. അതാണ് അൽ ഇമാം അൽ മാലിക് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത്, മൻ ഇസ്തഹ്സന ശൈഅൻ ശർഅ ഫഖദ് ശർഅ. ആരെങ്കിലും ഒരു കാര്യത്തെ നന്നായി കണ്ട് ദീനിൽ ചേർത്താൽ അവൻ പുതിയ ശരീഅത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ഇമാം മാലിക് പറഞ്ഞതാണ്. വമൻ ഇബ്തദഅ ബിദ്അതൻ യറാഹ ഹസനതൻ. ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് അത് നന്നായി കണ്ടാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ഒരു ബിദ്അത്ത് ദീനിൽ ഉണ്ടാക്കി, പുതിയ കാര്യം ഉണ്ടാക്കിയിട്ട് യറാഹ ഹസനതൻ, അതിനെ നന്നായി കണ്ടാൽ, അത് നല്ല ബിദ്അത്ത് ഹസനത്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫഖദ് സഅമ, അവൻ വാദിച്ചിരിക്കുന്നു, അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന്. കാരണം റസൂൽ നല്ല കാര്യങ്ങൾ ചിലത് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയി എന്നാണ് അവൻ വാദിക്കുന്നത്. അൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇമാം മാലിക് പറഞ്ഞു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ്. ഈ ദിവസം നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും റസൂല് ചെയ്യാത്തൊരു കാര്യം, അത് മൗലിദ് ആഘോഷമായിക്കൊള്ളട്ടെ, എന്ത് കർമ്മമായിക്കൊള്ളട്ടെ, ദീനിൽ പുതുതായി ചെയ്തിട്ട് അത് നല്ലതാണെന്ന് വാദിച്ചാൽ റസൂല് തങ്ങളുടെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല. അതിനുശേഷം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഫമൻ ലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. റസൂലിന്റെ കാലത്ത് ദീനാകാത്ത ഏതൊരു കാര്യവും ഈ ദിവസത്തിലും ദീനാവുകയില്ല എന്ന് ഇമാം മാലിക് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഈ ഉമ്മത്തിനും ഇപ്പോഴും ഖിയാമത്ത് നാൾ വരെയും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് ബാങ്കിന്റെ തുടക്കത്തിൽ പറയൽ സുന്നത്തുണ്ടോ? ഇല്ല. ബാങ്ക് അവസാനിച്ചിട്ട് പറയലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. അപ്പോൾ ബാങ്കിന്റെ തുടക്കത്തിൽ പറയൽ അത് സ്വലാത്തല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിക്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്നാൽ റസൂൽ പഠിപ്പിക്കാത്ത സ്ഥലത്ത് അത് പറയാൻ പാടില്ല. ഇനി നാളെ ഒരാൾ വന്ന് പറയുകയാണ്, ഓരോ അല്ലാഹു അക്ബറിന് ശേഷവും ഞാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് പറയാൻ തീരുമാനിച്ചു. ഒരാൾ ബാങ്ക് കൊടുക്കുക, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അപ്പോൾ എന്തായത് ബാങ്കിന്റെ ഇടയിൽ എന്താ ഇങ്ങനെ സ്വലാത്തല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ നമ്മൾ അംഗീകരിക്കോ? ഇല്ല. അതും ഇതും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. രണ്ടും പുതുതായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുന്നത്, അത് പുതുതായി എത്ര നല്ല കർമ്മമായി നമ്മൾ കണ്ടാലും അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തുൻ ദലാല വഇൻ റആഹു അന്നാസു ഹസന. ഇബ്നു ബത്ത റഹ്മത്തുള്ളാഹി തആലയുടെ കിതാബിൽ നമുക്ക് കാണാം, പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഈ സംസാരം. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, അത് ജനങ്ങൾ മുഴുവൻ നന്നായി കണ്ടാലും ശരി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. നമ്മുടെ ദീനിൽ പറഞ്ഞ കർമ്മങ്ങൾ തന്നെ ചെയ്യാൻ ഒരു മനുഷ്യന് അവന്റെ ആയുസ് മുഴുവൻ ഒഴിഞ്ഞു വെച്ചാലും ഇക്കാലഘട്ടത്തിൽ ഒരാൾക്ക് സാധിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ട്. അത്രത്തോളം ദിക്റുകൾ നമുക്ക് എടുക്കാനുണ്ട്, അത്രത്തോളം ഇബാദത്തുകളും സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും നമുക്ക് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ എന്തിനാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി അത് പ്രവർത്തിക്കുന്നതിൽ ആവേശം കാണിച്ച് നാളെ പരലോകത്ത് ഇല്ലാത്ത ശിക്ഷ നമ്മുടെ മേൽ വഹിച്ച് വാങ്ങിവെക്കുന്നത്? അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മുഅ്മിനീങ്ങൾ, ഈ നാട്ടുകാർ സൂക്ഷ്മത പാലിക്കണം. നാളെ പരലോകത്ത് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അള്ളാന്റെ ദീനിൽ കൈകടത്തിയവരുടെ കൂട്ടത്തിൽ, അള്ളാന്റെ ദീനിൽ കൂട്ടിച്ചേർത്തവരുടെ കൂട്ടത്തിൽ, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ പെടാതെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അത് റസൂല് പഠിപ്പിച്ചതെന്തോ അതിനെ നമ്മുടെ ജീവിതത്തിൽ കർമ്മമാക്കി അമലാക്കി ജീവിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം ഓരോരുത്തരും യത്നിക്കേണ്ടതുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
إن الحمد لله